മുറിയായിട്ടാ ഈ സാധനം ഇങ്ങനെ കയറിയിട്ട് മുറിയായിട്ടാ. അപ്പോൾ പണി ഇങ്ങനത്തെ തന്നെയാണ് പഠിക്കൽ. ഇപ്പോൾ കണ്ടില്ല എല്ലാവരും ഈ പരിപാടിയിലാണ് കേട്ടോ. അതായത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ വലിയ വലിയ പീസുകളല്ലേ ഇനിയില്ലേ, ഇപ്പോൾ കണ്ടാണെങ്കിൽ ഫുള്ള് ചെറിയ പീസുകളായി. അതാണ് റോക്കി ഭായ്. ഇതാണ് സൽമാൻ ഭായ്, ജഹറുൽ ഇസ്ലാം. ഇതാണ് ജഹറുൽ ഇസ്ലാം. അപ്പോൾ വലിയ മുട്ടികളല്ലേ നീല കൊടുന്നീന്ന്, പിന്നെ അത് ചെറിയ മുട്ടികളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നെയും ഇവിടെ പണിക്കെടുത്ത് കണ്ടാണേ, ഞാൻ അതിങ്ങനെ ചൊരണ്ടിരിക്കണം. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല ചേട്ടാ, ഇത് ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ബ്ലാക്ക് ആയി തുടങ്ങിക്കണേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ക്ലീൻ ആക്കാൻ, ഇല്ലെങ്കിൽ ആ ബ്ലാക്ക് ചുരണ്ടി പോകും. ബ്ലാക്ക് ചുരണ്ടി പോയാൽ പിന്നെ ഭയങ്കര നഷ്ടമാണ്. നല്ല ശ്രദ്ധിച്ചിട്ട് ചെറിയ ടൂൾ വെച്ചിട്ട് കണ്ടില്ലേ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ വലിയ വലിയ ടൂളുകളില്ലേ, ഇപ്പോൾ കണ്ടാണ് ഈ ചെറിയ ടൂളായിട്ടോ. വലിയ ടൂളുകളൊന്നും ആരും ഉപയോഗിക്കണില്ല, എല്ലാവരും ഈ പരിപാടി തന്നെയാണ്. എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ചെറിയ പീസുകളാണ് കേട്ടോ. അതായത് ലാസ്റ്റ് പ്രൊസീജിയറിൻ്റെ അതിക്ക് കടന്നിക്കണേ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു പ്രൊസീജിയറും കൂടി ഉണ്ടാവുക. അപ്പോഴാണ് കറക്റ്റ് ബ്ലാക്ക് സാധനം ഇതിമന്ന് കിട്ടുക. ഇതിമഞ്ഞ ഒരു 2 പ്രൊസീജിയറും കൂടി ഉണ്ടാവും ഈ ഒരു സാധനത്തിന്മേലെ. പക്ഷേ ഇതിമേലൊക്കെ ഓരോ പ്രൊസീജിയറും കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് കിട്ടും. പിന്നെ അത് അവൻ ചെയ്യണുണ്ടല്ലേ, അതേപോലെ ആ ഡോട്ട് മൊത്തം മാറ്റിയെടുക്കലാണ് അടുത്ത പരിപാടി. ഈ സാധനങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ കിട്ടും. അതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വൈറ്റ് മൊത്തം മാറ്റിയിട്ട് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ബ്ലാക്ക് കിട്ടും. ഓൻ ചെയ്യണത് ഇപ്പോൾ ലാസ്റ്റ് പ്രൊസീജിയറാണ് കേട്ടോ. ഇവൻ ചെയ്യണത് ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ടാവും. വേറെ ഇപ്പോൾ ആരും ഇവിടെ ലാസ്റ്റ് പ്രൊസീജിയർക്ക് കടന്നിട്ടില്ല. ഞാനാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും ബാക്കിൽ കേട്ടോ. ഞാൻ അപ്പോൾ ഇതിങ്ങനെ ചരണ്ടിരിക്കുകയാണ്. എനിക്ക് ഇരുത്തൊന്നും ഇവിടെ ശരിയായി കിട്ടണം. ഞങ്ങളുടെ ആണെങ്കിൽ ഇവലൊക്കെ ഇത് അടിപൊളിയായിട്ട് ഇരിക്കണേ. എനിക്ക് ഇരുത്തം ശരിയാവണില്ല. അങ്ങോട്ട് ഇത് പൊന്തിക്കാണ്ട് ഇരിക്കണേ. നമ്മൾ ഇരുന്ന് കാണുള്ള പരിപാടി ഇല്ലല്ലോ, അതുകൊണ്ടാണ്. ഈ ഇരുന്ന് കാണുള്ള പരിപാടി ഇല്ലല്ലോ, അതാണ് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇരുന്ന് റെഡി ആവണം, അതാണ് പ്രശ്നം. ഏതായാലും അപ്ഡേഷന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. പിന്നെ കുറേ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട് സാധനത്തിനൊക്കെ. പക്ഷേ സാധനത്തിൻ്റെ അപ്ഡേഷൻ ഞാനിപ്പോൾ സെയിൽസ് ബേസ് ആയിട്ട് ഞാനൊന്നും പറയണില്ല കേട്ടോ. കാരണം എനിക്ക് എൻ്റെതായ ഒരു ക്ലാരിഫിക്കേഷൻ വരാനുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ വരാനുണ്ട്. വന്നതിൻ്റെ ശേഷം നമ്മളുടേതായ രീതിയിൽ സാധനങ്ങളൊക്കെ സെയിൽസിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇറക്കും കേട്ടോ. പല ക്വാളിറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ പല ക്വാളിറ്റി സാധനങ്ങളും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി തരണ്ടേ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സാധനം കാണിച്ചു തന്നാൽ ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പല ക്വാളിറ്റിയും കൂടിയും യോജിപ്പിച്ചിട്ടൊരു കോംബോ പാക്കൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയെന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റീൻ്റെ റേറ്റ് കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒരു സേഫായിട്ട് തോന്നിയത്. കസ്റ്റമർക്കും തന്നെ അതായിരിക്കും സാറ്റിസ്ഫാക്ഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അല്ലാതെ ഞാനിപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സാധനം തന്നിട്ട് കാര്യമില്ലല്ലോ. വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ അതിൻ്റേതായ റേറ്റിൽ ഒരു കോംബോ പാക്കാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏത് സാധനമാണ് നിങ്ങൾക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുക അത് ചൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് കേട്ടോ പോകുന്നത്.